എൻ്റെ സർവസ്വവും എൻ്റെ അമ്മയായിരുന്നു. എൻ്റെ മുത്ത് പോയിട്ട് ഇപ്പം ജൂലൈ 5-ന് 1 വർഷമായി. അതോടുകൂടി ഞാൻ ഒറ്റപ്പെട്ടു. അപ്പൊ അമ്മ കിടക്കുന്ന സ്ഥലം ഞാൻ ഒഴിവാക്കിയിട്ടാ കിടക്കണം. രാത്രി എൻ്റെ അടുത്ത് വന്ന് കിടന്നോളാൻ പറയും. മറക്കാൻ പറ്റാത്തത് മാത്രമേ ഉള്ളൂ. എൻ്റെ രണ്ടു മക്കളും മരിച്ചു, ഭർത്താവും പോയി. അപ്പൊ എൻ്റെ കുടുംബം നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതും കുടുംബമാണല്ലോ. എനിക്കൊരു വീടുണ്ട്, ആ കുടുംബമാണ്. ബാക്കി എനിക്ക് ദൈവം വിചാരിച്ച ആരും വേണ്ടാന്ന്. അപ്പൊ അതുകൊണ്ട് ആരും ഇല്ല. പക്ഷെ എൻ്റെ ജീവിതവും എൻ്റെ ജോലിയും ഇത് എല്ലാം ഈ സിനിമ തന്നെയാണ്. ഞാനോ അത് ഇപ്പൊ എൻ്റെ സർവസ്വവും എൻ്റെ അമ്മയായിരുന്നു. എൻ്റെ മുത്ത് പോയിട്ട് ഇപ്പം ജൂലൈ 5-ന് എൻ്റെ മുത്ത് ഞാൻ പറഞ്ഞ എൻ്റെ അമ്മയ്ക്ക്. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എൻ്റെ ഭർത്താവും മക്കളും എൻ്റെ സർവസ്വം അതായിരുന്നു. എന്നും കിട്ടില്ലല്ലോ. 97 വയസ്സിലാണ് എൻ്റെ അമ്മ പോയത്. അതോടുകൂടി ഞാൻ ഒറ്റപ്പെട്ടു. അപ്പം ഇപ്പൊ നമ്മൾ ജീവിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അമ്മയുള്ള സമയത്ത് നമുക്ക് ആരും വേണ്ട. എല്ലാരും ഉള്ള പോലെയാണ് നമുക്ക് അമ്മ ഒരാളുണ്ടായത്. അപ്പൊ ഇപ്പോഴും ആൾക്കാരുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ ഒറ്റപ്പെട്ടവളാണ്. മനസ്സിലായില്ലേ? എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഇവിടെ വന്നപ്പം നിങ്ങളും കണ്ടുവല്ലോ എന്നോടുള്ള സ്നേഹവും ഇതൊക്കെ. ആ സ്നേഹം നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ സ്നേഹമാണ് എന്നെ വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷെ അതുണ്ട്, അത് ഇന്നും ഉണ്ട്. ഞാൻ മരിക്കുന്നവരുണ്ടാവും എന്നറിയാം. പക്ഷെ എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മയായിരുന്നു എനിക്ക് സർവസ്വം. ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പൊ അമ്മ കിടക്കുന്ന സ്ഥലം ഞാൻ ഒഴിവാക്കിയിട്ടാ കിടക്കണം. രാത്രി എൻ്റെ അടുത്ത് വന്ന് കിടന്നോളാൻ പറയും. മറക്കാൻ പറ്റാത്തത് മാത്രമേ ഉള്ളൂ. എൻ്റെ രണ്ടു മക്കളും മരിച്ചു, ഭർത്താവും പോയി. പക്ഷെ ഒക്കെ വിധിയാണ്. പക്ഷെ എന്നാലും വിധി എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ പറയാറില്ല ആരോടും അങ്ങനെ. എനിക്ക് ഒരാളെ മുന്നിൽ കരഞ്ഞു കാണിക്കുന്നതോ ഒരാളോട് എൻ്റെ പണ്ടാപ്പരപ്പും പരാജനം പറഞ്ഞു എന്ന് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. കാര്യം ഞാൻ പട്ടിണി കിടന്നാലും വയറ് മുറുക്കി കൊടുത്തിട്ട് ഒരാളോട് ചോദിച്ചാൽ ഞാൻ ബിരിയാണി കഴിച്ചു എന്നേ പറയുള്ളൂ. അതാണ് എൻ്റെ സ്വഭാവം. ഒരാളെ മുന്നിൽ കരയാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എൻ്റെ അമ്മയുടെ കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ നിയന്ത്രണം വിട്ടുപോയതാ. സോറി. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാവരും പറയും അത് ചിന്തിക്കരുത്, പല കുഴപ്പങ്ങളുണ്ട്. പക്ഷെ അഭിനയിച്ച് നിൽക്കുകയാണെങ്കിൽ ചില സമയത്ത് അമ്മ എന്ന് വന്നു. പക്ഷെ ഈ തിരക്കുള്ളത് കൊണ്ട് വട്ടുപിടിക്കണില്ലേ, അല്ലെങ്കിൽ വട്ടുപിടിച്ച് പോയത്. കാരണം ആരും ഇല്ലല്ലോ മക്കളെ എനിക്ക്. ഇനി ആരാ ഉള്ളത്? ഞാൻ പറയട്ടെ, കള്ളനായാലും ദുഷ്ടനായാലും പെണ്ണുപിടിയനാണെങ്കിലും ആണുങ്ങളെ സംബന്ധിച്ച് പല ഇതുണ്ട്. അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്ക് ഭർത്താവോ മക്കളോ ഏതായാലും നമുക്ക് കുഴപ്പമില്ല. ഇതൊന്നും ഇല്ല എനിക്ക്. ഇപ്പം എൻ്റെ മുത്തുള്ളപ്പോൾ ഞാൻ എല്ലാം കണ്ടിരുന്നത് എൻ്റെ മുത്തിൽ കൂടിയാണ്. അപ്പം ആരുമില്ല. ഇപ്പം നിങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സ്ഥലത്ത് വരുമ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ ഞാൻ ഒറ്റപ്പെട്ടില്ലേ? അതാണ് ഒരു മനുഷ്യന്റെ ജീവിതം. എല്ലാവരും ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ മോൻ മരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മൂത്ത മോൻ അവൻ അമ്മേനെ വിളിക്കാനായിട്ട് മരിച്ചു. 13 വയസ്സിലാണ് മരിച്ചത്. രണ്ടാമത്തവൻ മരിച്ചത് 8-ാം ദിവസമാണ്. അപ്പോൾ ഇവൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അമ്മ എന്നുള്ള വിളി ഞാൻ കേൾക്കില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പം ലോകം മൊത്തം ഞാൻ അമ്മയാണ്. ഇഷ്ടം പോലെ മക്കളുണ്ട് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇതിന്നിപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും പോയി ഞാനും പോയാൽ ഒറ്റപ്പെട്ടു. ഇപ്പം നമ്മൾ വീണ്ടും അങ്ങോട്ട് എത്തി. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ എനിക്ക്. ആരുടെ മുന്നിലും കൈ നീട്ടാതെ, ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ, ഇന്ന് രാത്രി ചെന്ന് കിടന്ന നാളെ രാവിലെ എണീക്കരുത്. അപ്പോഴെല്ലാവരും പറയണം കുഴപ്പമില്ല മരിച്ചു. അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആത്മാർത്ഥം. നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ പിന്നെ അതാണ് നല്ലത്. ഞാൻ ഒറ്റപ്പെടില്ല. പക്ഷെ എന്നെ എല്ലാവരും ഉണ്ട്. ഇപ്പം ഇവിടെ വന്ന് എല്ലാവരും എനിക്കൊരു മക്കളുടെ സ്നേഹം തന്നു. ഒക്കെ ശരിയാ. നിങ്ങളെല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടില്ലേ? ഉണ്ട്, അതുണ്ട്. അതില്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷെ അത് പറഞ്ഞില്ലേ ഇപ്പൊ എന്റെ അമ്മനെ അതൊക്കെ ദൈവം തന്നെ ഒരു അനുഗ്രഹം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ പൂജയ്ക്ക് സമയത്ത് ഞാൻ പറഞ്ഞു, കലാഫീൽഡിൽ ആരും എന്നെ പൊക്കി പറഞ്ഞാലും ഞാൻ നഴ്സറി കുട്ടിയാണ് ഇന്നും. എൻ്റെ ഒരു മനസ്സുകൊണ്ട് ഞാൻ തേടിയെടുത്തത് എന്താന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കലയിൽ പൂർണ്ണത എത്തിയ ഒരാളും ഇല്ല. ഏത് വലിയവരായാലും നമ്മളിപ്പോൾ ഞാൻ പറയാം, നിങ്ങളൊക്കെ ഇപ്പോൾ ഒരു വേഷം ചെയ്തു, ഇല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ചെയ്തു, ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇതെടുത്തു, നിങ്ങളതിട്ട് കാണും. നമ്മൾക്ക് അതിനകത്ത് നമുക്ക് സ്വയം തോന്നും അയ്യോ അതൊന്നും. ഇപ്പം ഞാൻ ചെയ്യുന്ന പടം ഞാൻ കാണുമ്പോൾ ആ ഡയലോഗ് ഒന്നും കൂടി ഉറച്ച് പറയാമായിരുന്നു, അല്ലെങ്കിൽ ആ സംഭവം ഒന്നും കൂടി അവനെ പറയുന്നത് കൂടുതൽ പറയായിരുന്നു, അല്ലെങ്കിൽ അത് അത്ര കൂടിപ്പോയി നമുക്ക് തോന്നും. അതുകൊണ്ട് കല ഒരിക്കലും പൂർണ്ണതയാവണമില്ല എന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഒരു ഇതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു വലിയൊരു വീട്, കോടീശ്വരനാണ്. എൻ്റെ മനസ്സിൽ ഞാൻ തിരഞ്ഞെടുത്താണ്.
അതായത് പലരുടെയും കലയിൽ ഇന്നലെ വന്ന് ഇന്നത്തെ ഓരോരുത്തരുടെയും ഭാവഭേദങ്ങൾ കണ്ടതുകൊണ്ട് എൻ്റെ അനുഭവങ്ങൾ പറയണം. ഒരു ക്യാമറയ്ക്ക് മുന്നിൽ പിന്നിൽ നിന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ ലോകത്തേക്ക് വെച്ച് ഏറ്റവും ഏത് വലിയ മനുഷ്യന്മാർ പ്രായമുള്ളവർ വന്നാലും കാലിവിടെ കയറ്റാൻ പറ്റുമെങ്കിൽ കയറ്റിയായിരിക്കുള്ളൂ, ആണായാലും പെണ്ണായാലും. എന്നെ ആർക്കും ഇഷ്ടമല്ല, കാരണം ഞാനുള്ള കാര്യങ്ങൾ തുറന്നു പറയും. ഒരു വീട് നമ്മളുണ്ടാക്കും, ഒരു കോടീശ്വരനാണ് ഉണ്ടാക്കണേ. ആ വീടിൻ്റെ പണി ഫുള്ളും കഴിഞ്ഞു, കുറേ പെയിൻറ്റും കമ്പി കഷ്ണങ്ങളും അതും ഇതൊക്കെ ബാക്കിയുണ്ട്. പിയ വിട്ട് നിന്നിട്ട് നോക്കി വീടൊക്കെ നോക്കി കണ്ടു, ഇപ്പം ഇത്രയും സാധനങ്ങൾ ബാക്കിയുണ്ട് വിചാരിച്ചാൽ അതെവിടെയെങ്കിലും വെച്ച് പിടിപ്പിക്കുമോ? ചോദിച്ചതിൻ്റെ സമാധാനം പറ, വെച്ച് പിടിപ്പിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ അതെന്തുകൊണ്ടാണ്? അത് പൂർത്തിയായി പണി. കല അങ്ങനെയല്ല മക്കളെ, കല ഒരിക്കലും പൂർത്തിയായിട്ടില്ല. കലയിൽ ഞാൻ അഹങ്കാരം കാണിച്ച അഹങ്കാരം അതുപോലെ ഒരു കൊട്ടു കൊടുക്കും ദൈവം, അത് താഴോട്ട് പോകും. നമ്മൾ ഒരിക്കലും കലയിൽ അഹങ്കരിക്കരുത്. കല നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന ഒരു കാര്യമല്ല. ഇല്ല, ഒരാളും ഇല്ല. ഞാൻ എല്ലാരും പൊതുവെ ഞാനടക്കം ഞാൻ പറയണം, ഞാനടക്കം ഞാൻ പറഞ്ഞു. അപ്പൊ എന്നാ ഒരാൾ വന്നപ്പോ ഫോട്ടോ എടുക്കാൻ പറഞ്ഞാല് ഞാൻ പറയ്ക്കിപ്പോ പറ്റില്ല എന്ന് പറഞ്ഞാല് അത് എന്റെ അഹങ്കാരമാണ്. ചിലപ്പോ ഇപ്പൊ ഒരാൾ ചാനലിൽ തിരക്കലായിരിക്കും, അപ്പൊ ഞാൻ എന്റെ തിരക്കും കൊണ്ട് ഞാൻ ഇതിന് അതിനും പറഞ്ഞ് ഞാൻ പോകും. അത് എന്റെ അഹങ്കാരം. ഞാൻ ഒരാളെയും പറയാൻ തയ്യില്ല. ഞാൻ എന്നെ കുളപ്പുള്ളി ലീലാന്ന് പേരുള്ള ലീലാവതി എന്നുള്ള ഞാൻ എന്നെയാണ് ഞാൻ പറയണത്. പക്ഷെ ഞാൻ ദൈവത്തോട് പറയണത് എന്താ വെച്ചാൽ, എനിക്ക് എപ്പോഴെങ്കിലും ഒരു അഹങ്കാരം തോന്നിയാൽ ദൈവമേ അതിന് നീ എനിക്ക് അപ്പ ശിക്ഷ തന്നോ, എന്റെ വർക്കിൽ നിന്ന് എന്നെ മാറ്റിക്കളയരുത്. ഒരാളെയും കുറ്റം പറഞ്ഞല്ല, ഒരാളെയും കുറ്റം പറയാൻ ഞാൻ ആരുമല്ല. ഞാൻ തികഞ്ഞവളാവണം മറ്റൊരാളെ കുറ്റം പറയണമെങ്കിൽ. പക്ഷെ ഇത് നാട്ടിൽ നടക്കുന്ന ഒരു സിനിമ ജീവിതമാണ്, പൊതുവേ ഉള്ളൊരു കാര്യമാണ്. കാരണം എല്ലാവരുടെയും വിചാരം ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഒന്ന് നിന്നാലോ ക്യാമറയ്ക്ക് പിന്നിൽ ഒന്ന് നിന്നാലോ എന്നേക്കുമായി ഇല്ല മക്കളെ. അത് നമ്മളുടെ സമയവും നേരവും ദൈവത്തിനും കൂടി തോന്നണം. നമ്മൾക്കൊരു സമയമായാൽ ഒരുപാട് ആൾക്കാരുണ്ട് ഈ കല എന്നും പറഞ്ഞ് നടക്കണം, അവർ സമയമായിട്ടില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ദൈവം ആ കലാപരമായിട്ട് അവർക്ക് എന്താ പറയുക, അതിൻ്റെ അഭിവൃദ്ധി കൊടുക്കട്ടെ എന്നാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും കല ഇഷ്ടപ്പെടാത്ത ആരുമില്ലല്ലേ. ചില ഇപ്പം മൊത്തം കള്ള് കുടിച്ച് തലല്ലാണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരും ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ ഇതിലാണെങ്കിൽ പോലും അവർ ഒരു 2 സെക്കൻഡെങ്കിലും അവരതൊന്ന് ശ്രദ്ധിക്കും. സത്യമാണോ? അതാണ് കല. കല ഞാൻ സിനിമയിൽ വന്നിട്ട് 33-34 വർഷമായി. എനിക്ക് എല്ലാവരോടും നന്ദി പറയാനുള്ളത്. കാരണം ഞാൻ സിനിമയിലേക്ക് ആദ്യം കമൽ സാറ് മണവാട്ടി എന്നുള്ളൊരു നാടകം, അങ്കമാലി അഞ്ജലി തിയേറ്റേഴ്സ് മണവാട്ടി എന്നുള്ള നാടകം കളിക്കുമ്പോൾ ആ നാടകത്തിൽ കണ്ടിട്ടാണ് കമൽ സാറ് എന്നെ വിളിച്ചത്. അപ്പോൾ 3-ാമത്തെ വർഷം ഞാൻ കൊല്ലം ചൈതന്യ കളിക്കുമ്പോഴാണ് എന്നെ വിളിച്ചത്. നന്നായി. ഇനിയിപ്പോ ഒരു ഭാര്യയും പണിയാൻ കണ്ടില്ല അല്ലേ? എന്റെ വയസ്സ് ചോദിച്ചിട്ട് എനിക്ക് ഭാര്യ പണിയാൻ നിൽക്കണം. അതിപ്പോ 33 വർഷം നിങ്ങൾ താഴോട്ട് കൂട്ടി വെക്കും. ഇപ്പൊ ഒരു 10-18 വയസ്സായി എനിക്ക്. ഇപ്പൊ ഒരു 18 വയസ്സായിട്ടുണ്ട്. അപ്പൊ അതിനെ പരസ്യമായിട്ട് പറയാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കേ. അങ്ങനെ വന്ന് വിളിച്ചു. 3-ാമത്തെ വർഷത്തില് ഞാൻ കൊല്ലം ചൈതന്യയിൽ കളിക്കുകയാണ്. അതായത് അങ്കമാലി അഞ്ജലി കഴിഞ്ഞു, കൊല്ലം എറണാകുളം ചൈത്രധാര കഴിഞ്ഞു, കൊല്ലം ചൈതന്യ കളിക്കുമ്പോഴാണ് ജോഷി നമ്പിക്കടവ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അത് ഇന്നത്തെ അക്കു അക്ബർ എന്നുള്ള അവർ ഫ്രണ്ട്സാണ്. അവനാണ് അസോസിയേറ്റ്. അങ്ങനെ അവനോട് പറഞ്ഞിട്ട് എൻ്റെ നമ്പർ കിട്ടാഞ്ഞിട്ട് അവനെ ഒക്കെ തേടി പിടിച്ചു വന്ന് ഓണത്തിൻ്റെ നാടകം കഴിഞ്ഞാൽ ഒരു ഊരിക്കൂത്തുണ്ട്, ചില ആർട്ടിസ്റ്റുകളൊക്കെ മാറ്റും നാടകത്തിൽ നിന്ന്. ആ സമയത്താണ് ഇവർ ഷൂട്ട് തുടങ്ങിയത്. അങ്ങനെയാണ്. പക്ഷെ അതിൻ്റെ മുമ്പ് ഞാൻ അഭിനയിച്ചു. ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചത് രജനി സാറിൻ്റെ മുത്തൂലാണ്. രജനീകാന്തിനെ ചീത്തറിയുടെ സീനാണ്. പിന്നെ ശ്രീകൃഷ്ണ പരുന്തിൽ മോഹൻലാലിൻ്റെ കൂടെ. അതൊന്നും ഞാൻ പറയാറില്ല ഇപ്പം. പക്ഷെ അഭിനയിച്ചത് ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത്. പിന്നെ എന്നെ വിളിച്ചത് കമൽ സാറാണ്. എന്നെ ഈ പടത്തിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. കമൽ സാറാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അയാൾക്ക് അത് എഴുതുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. കാരണം മലയാളത്തിൽ എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അവർ വിളിച്ചത്. അപ്പോൾ എനിക്ക് ലാംഗ്വേജ് തമിഴാന്ന് പറയാൻ പറ്റുമോ? നേരെ മറിച്ച് തമിഴാണ്, മലയാളമാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവർ വിളിച്ചത്. അപ്പം എനിക്ക് വർക്ക് തന്നെ, ഏത് വർക്ക് കിട്ടിയാലും എനിക്ക് എല്ലാ വർക്കും ഇഷ്ടമാണ്. മലയാളമായാലും തമിഴായാലും തെലുങ്കായാലും കന്നഡ ആയാലും ഒക്കെ. അപ്പോൾ എനിക്കൊറ്റ ഇതേ ഉള്ളൂ, എനിക്ക് വർക്ക് കിട്ടണം മരിക്കുന്നത് വരെ. ഒരാളെ മുന്നിൽ കൈ നിർത്താൻ. അതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എല്ലാവരും എന്നോട് പറയണത് എന്താ വെച്ചാൽ, എല്ലാവർക്കും ഇഷ്ടം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് തുണി പൊക്കി കാണിക്കുന്നുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. എനിക്ക് എൻ്റെ ഡയലോഗ് എല്ലാം ഇഷ്ടപ്പെട്ട ഡയലോഗാണ്. ഇനിയിപ്പം ഒരുവിധം ഇപ്പോൾ തമിഴിലാണെങ്കിൽ രജനി സാറിൻ്റെ വരെ മുത്തശ്ശിയായി,
മരിച്ചുപോയ ഭദ്രൻ സാറിൻ്റെ വരെ അമ്മയായി. വേ- ഒരു 20 വലിയ പടം ചെയ്തു. രജനി സാറ്, വിജയ്, ശശികുമാർ, ഭദ്രൻ സാറ്, വിശാല്, നമ്മുടെ അയ്യാടെ പെങ്ങളുടെ മോണ്ടല് ഓർക്കസ്ട്ര ഒക്കെ ചെയ്യുന്ന മ്യൂസിക് സമുദായം, അത് പിന്നെ അങ്ങനെ കുറെ ഒരു 20 വലിയ പടം. ലാലേട്ടനല്ലേ ആദ്യം ചൂലോണ്ട് വലിയ ഏക ഒരു വ്യക്തി ഞാനല്ലേ. അത് പുള്ളി പറയാനേ ഏതോ ഇന്ത്യയിൽ, കേരളത്തിൽ നല്ല, ഇന്ത്യയിൽ ഒരു പെണ്ണിനും ചൂലോണ്ട് എല്ലാം പറ്റിയില്ല, അത് ചേച്ചി ചെയ്യണമെന്നാണ്. എല്ലാവരും എൻ്റെ ഏരിയത്ത് നല്ല ഇതാണ്. മമ്മൂക്ക ഒരാളോടും കോമഡി പറഞ്ഞ് ഞാൻ കേട്ടില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന നന്നായിട്ട് കോമഡി പറയും എന്നോട്. എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നത്. അതുപോലെ അയാൾക്ക് അത് എന്നുള്ളതിൽ മോഹൻലാൽ കുറേ എനിക്ക് അക്കും മോഹൻലാലും ഒക്കെ നന്നായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. തമിഴിൽ ഞാൻ ആദ്യമായിട്ട് മരുതാണ് ചെയ്തത്. ആ മരുത് എന്ന് പറഞ്ഞാൽ മധുര ഭാഷയാണ്. തമിഴേ അറിയില്ല, ഓരോ കഷ്ണങ്ങളൊക്കെ അറിയില്ല. അപ്പോൾ പിന്നെ അറിയാത്ത മരുതു മധുര ഭാഷയും കൂടി വന്നപ്പോൾ പറയണ്ട. അതിൽ പൊറോട്ടോ സൂര്യ എന്ന് പറഞ്ഞ കോമഡി ചെയ്യുന്നവനും വിശാലും എന്നെ, പിന്നെ ശ്രീദിവ്യ നായിക നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരാണ് എന്നെ അതിൽ രക്ഷപ്പെടുത്തി തന്നത്. അതാണ് എനിക്ക് പേര് വാങ്ങി തന്നത്. ഇപ്പൊ സിനിമ ഒരുപാട് ആഗ്രഹിച്ചിട്ട് പെൺകുട്ടികൾ സിനിമയിൽ എങ്ങനെയെങ്കിലും എത്തണം, ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരുണ്ട്. പലരും ചൂഷണത്തിന് ഇരയാവുകയും ചെയ്യുന്നുണ്ട്. ചിലർ സക്സസ് ആവുന്നു. ഈ പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് എന്താണ് ചേച്ചിക്ക് പറയുന്നത്? അത് ഞാൻ എന്ത് പറഞ്ഞാലും പുതിയതായി വരുന്ന ആൾക്കാർക്ക് പിടിക്കൂല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയില്ല. ഇത് ഇപ്പം നമ്മളൊരു യോഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയും താൻ പാതി ദൈവം പാതി. അതുപോലെ ഒരാൾക്കൊരു കേട് വന്നാൽ നമ്മൾ പറയും ഇല ചെന്ന് മുള്ളിന് വീണാലും മുള്ള് വന്ന് ഇലയമ്മൽ വീണാലും ഇലയ്ക്കാണ് കേടുന്ന്. പക്ഷേ നമ്മൾ ആരാണ് എന്ന് വിചാരിച്ച് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനും വിളിച്ച് അങ്ങ് ചെന്നാൽ കാണാത്തത്, നിങ്ങൾ സിനിമ കാണാത്തത് കൊണ്ട്. സിനിമയിൽ ഞാനുണ്ട്, എൻ്റെ ജീവിതം സിനിമയാണ്. അപ്പോൾ മലയാളികൾ പറയും ഇപ്പോൾ ലീല ചേച്ചിനെ കിട്ടണില്ല, ലീല ചേച്ചി തമിഴകത്ത് പോയിന്ന്. അതുകൊണ്ടല്ല, മലയാളികൾക്ക് ഇപ്പോൾ കുഴപ്പമില്ല, ലീലനെ വേണ്ട. പക്ഷെ വേണ്ടാന്ന് പറയാൻ പറ്റില്ല. 5 പടം എൻ്റെ റിലീസാവാനുണ്ട്. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞാൽ അവരൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ എന്നെ ചുട്ടില്ലോ. ആ പടം വലിയ അത്യാവശ്യം വലുതാ. പിന്നെ പടത്തിന്റെ വലിപ്പ ചെറുപ്പമല്ല നിങ്ങൾ നോക്കേണ്ടത്. പടം കണ്ടിട്ട് ആ പടം എന്താണെന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. അതെങ്ങനെയുണ്ടെന്ന് വലിപ്പ ചെറുപ്പം നോക്കിയിട്ട് ചിലപ്പോൾ 10 കോടി അല്ലെങ്കിൽ 500, 1000, എത്ര കോടി, ഇപ്പൊ കോടികളൊക്കെ എനിക്കറിയില്ല. ആ 100 കോടിയാണ് ഏറ്റവും വലുത്, അല്ല ഏറ്റവും ചെറുത്. ആ 100 കോടി നോക്കിയത് കൂടെ ആരില്ല. എൻ്റെ കഥ എങ്ങനെയാണ്, എൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. എന്നിട്ട് വേണം പടം വിലയിരുത്താൻ. ഇപ്പൊ ഒരു 100 കോടിയിലെ 200 കോടിയുടെ പടം, നേരെ മറിച്ച് ഇവിടെ വെറും 5 ലക്ഷം കൊണ്ടായിരിക്കും ഒരു പടം ചെയ്തത്. അയ്യോ ഇതൊന്നും കാണണ്ട, അത് വേറെ ഇതാണ്, നമുക്ക് അതിൽ പോവാം. അതിൽ പോയ ഒന്നും പിന്നെ പൈസ മുടക്കാണ്ട് ഏത് സിനിമയും കാണാൻ പറ്റുക. പൈസ മുടക്കി ആരും കാണാത്തതുകൊണ്ടാണ് ഇപ്പൊ സിനിമ പോണത്. വലിയ ബഡ്ജറ്റിൽ വരുന്ന പടങ്ങൾ ആളുകൾ കാണുമ്പോൾ അത് നമ്മൾ ഇത്ര 200 രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ 100 രൂപ കൊടുത്തിട്ട് നമ്മൾ സിനിമ കാണുന്നു. കൊടുക്കുന്ന സിനിമ ആ പൈസക്കുള്ളത് നമുക്ക് കാഴ്ചയിൽ കാണണം. അത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അഭിപ്രായം മാത്രം കേട്ടാൽ ശരിയാവൂല. ഇപ്പൊ പലരും പറഞ്ഞ അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പടം കണ്ട് പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ആരെങ്കിലും ആയിട്ട് ഇവരുണ്ടാവും. പടം എങ്ങനെ അടിപൊളി പടമായിരിക്കും. അപ്പൊ ചേട്ടാ ഒന്നിനും കൊള്ളൂല. എന്നിട്ട് അപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോ ഇവനോട് പറയാം എന്ത് പണിയാടാ നീ ചെയ്തത്, നല്ല പടമല്ലേ, ആയിക്കോട്ടെ അവര് കയറരുതേ. അങ്ങനെ കുശുമ്പുള്ളവരുണ്ട് ഇന്ന് മലയാളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. മലയാളത്തിൽ ഇഷ്ടം പോലെ ഞാൻ അങ്ങനെ സിനിമ കാണാത്ത വ്യക്തിയാണ്. പക്ഷെ ഞാൻ സിനിമയെ കുറിച്ച് എല്ലാം ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കും. അതിന്റെ കഥ എന്താണ്, അതിന്റെ ഡയറക്ടർ അത് എങ്ങനെയാണ്, അതിന്റെ പോക്കെന്നുള്ളത് നമ്മൾ സിനിമ കണ്ടോളാം. എന്നെ സംബന്ധിച്ച് എനിക്ക് കാണാൻ പറ്റില്ല, എല്ലാ സിനിമയും എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ അഭിനയിച്ച പടം തന്നെ കാണാൻ പറ്റാറില്ല. ചില തിയേറ്ററൊക്കെ വിളിച്ചിട്ട് നിർബന്ധിക്കുമ്പോഴാണ് പോയി കാണുന്നത്. പക്ഷെ എനിക്ക് സിനിമ കണ്ട് ഇഷ്ടം, സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ സമയം, എൻ്റെ ടൈം എന്നെ ഞാൻ അനുവദിക്കുന്നില്ല. എനിക്ക് വേറെ ആരും ഹെൽപ്പ് ചെയ്യല്ല, ഞാൻ തന്നെ പോയി വേണം എൻ്റെ കുടുംബം കഴിയാനും. കുടുംബം എന്ന് പറയാൻ എനിക്കിപ്പം ആരുമില്ല. വീട്ടിൽ എന്നെ സഹായിക്കാൻ എൻ്റെ ഒരു കൂട്ടുകാരി തന്നെയാണ്. പക്ഷെ എന്നാലും അവൾ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് 2 ചമ്പളക്കാർ, അവർക്ക് 2 ചമ്പളക്കാരുണ്ട്.